അഖിൽ മാരാർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബിഗ് ബോസ് താരമാണ് അദ്ദേഹം, ചലച്ചിത്ര സംവിധായകനാണ്. എന്നാൽ അദ്ദേഹം 2020 അംഗത്വം എടുത്തതാണ് ഇപ്പോൾ വലിയ വാർത്തയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഖിൽ മാരാർ. തത്സമയം ഗുഡ് മോർണിംഗ് അഖിൽ മാരാർ. UDF നേതാക്കളുമായും UDF-യുമായൊക്കെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണല്ലോ അഖിൽ മാരാർ, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ ഈ അപ്രതീക്ഷിതമായി 2020 യാത്ര തിരിക്കുന്നു, എന്താണാവോ കാരണം? അല്ല, നേതാക്കന്മാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ആശയമായിട്ട് അത്ര അടുപ്പമല്ല. പലവിധ കാരണങ്ങളാൽ ഞാൻ നേതാക്കന്മാരുമായി അടുപ്പം സൂക്ഷിക്കുന്ന സമയത്തും കോൺഗ്രസിനെ വിമർശിച്ചും അല്ലെങ്കിൽ എൻ്റെ ചില നിലപാടുകളിൽ കോൺഗ്രസിലെ നിരവധി ആൾക്കാർ വിമർശിച്ചുമൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. അത് ആക്ച്വലി ഞാൻ പാലസ്തീൻ ജനതയെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതിരിക്കുകയൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരേ സമയം ഈ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ പോലൊരു രാജ്യത്തെ തള്ളിപ്പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ത്യക്ക് പല പ്രശ്നങ്ങൾ വന്ന സമയത്തും ഇന്ത്യയെ സഹായിച്ചൊരു രാജ്യമായിരുന്നു. പക്ഷേ അതൊരിക്കലും കോൺഗ്രസിന്റെ നിലപാടല്ല. അതുപോലെ തന്നെ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ റിപ്പീറ്റായിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനൊക്കെ ഞാൻ ആശംസാ പോസ്റ്റുകളൊക്കെ എഴുതിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചത് 1950 മുൻപ് ഇന്ത്യ മതേതര രാജ്യമാകുന്നതിന് മുൻപ് ഇന്ത്യക്കുള്ളിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ മുസൽമാന്മാർ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് സവർക്കറുടെ നിലപാടുകളെ ഞാൻ എന്തിനാണ് തള്ളിക്കളയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന രാജ്യസ്നേഹിയോടുള്ള എൻ്റെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരുപാട് കാലം ജയിലിൽ കിടന്ന രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഞാൻ അങ്ങനെ റിപ്പീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം അന്ന് കോൺഗ്രസ് എന്ന ആശയത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷേ അതേസമയം വ്യക്തിപരമായിട്ട് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശനോട് എനിക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാനത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് അദ്ദേഹവുമായിട്ട് അടുക്കാനുണ്ടായിരുന്ന ഒരു കാരണം ഞാൻ രേഖപ്പെടുത്തിയ എതിരഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ജനകീയനായി അദ്ദേഹം മാറി എന്നുള്ളിടത്തായിരുന്നു. അപ്പോൾ ആ നേതാക്കളോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് പൂർണ്ണമായും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല. എന്നിരുന്നാലും അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പാർട്ടിയിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു ശക്തനായ പിണറായി വിരുദ്ധനായതുകൊണ്ടും ഞാൻ UDF-ന് അനുകൂലമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാരണങ്ങൾ എന്നിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. അല്ലാതെ ഞാൻ അവരെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. അവർക്ക് എന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം എൻ്റെ ചില നിലപാടുകൾ കൊണ്ടുണ്ടായിരുന്നു എന്നതാണ് ഞാൻ കോൺഗ്രസിൽ എൻ്റെ ചില സ്നേഹിതർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ തള്ളിപ്പറയുന്നു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെയും അല്ലെങ്കിൽ SDP-യെ ഞാൻ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം പൂർണ്ണമായും കോൺഗ്രസിന് ഒരു പക്ഷേ അവരെ തള്ളിപ്പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് അവർ നിശബ്ദത പാലിച്ചു. എനിക്ക് ആ നിശബ്ദതയുടെ അർത്ഥം മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ആശയമാണ് നേരത്തെ 2020 ഡെവലപ്മെന്റ്സ് ആണ് അവർ പറയുന്നത്. മറ്റ് നിയമ ലംഘനങ്ങളോ മറ്റുള്ള സമരങ്ങളോ അടികളോ ബഹളങ്ങളോ എക്കാളെല്ലാം ഉപരി ഈ നാടിന് വേണ്ട, വരും തലമുറയ്ക്ക് വേണ്ട പുതിയ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒരു മാറ്റം സംസാരിക്കുന്നു. സ്വാഭാവികമായും എനിക്ക് ഭയങ്കര കംഫർട്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ആശയമായിരുന്നു 2020. ഓക്കെ അഖിലെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും ഈ സ്ഥാനാർത്ഥിത്വത്തിൽ VD സതീശൻ താങ്കൾക്കൊരു ഉറപ്പ് തന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പരക്കുന്നുണ്ടായിരുന്നു. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും VD സതീശനോട് നീരസമുണ്ടായി? പുറത്തുപോക്കലിന് ഈ നീരസവുമായി ബന്ധമുണ്ടോ? അല്ല, അങ്ങനെയല്ല. സ്ഥാനാർത്ഥിത്വം ഉറപ്പ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ മുന്നണിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉയർന്ന നേതാവ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാഷ്വലി എന്നോട് അയ്യോ അഖിലെന്താ ഇങ്ങനെ നിലപാടെടുത്തത് എന്നൊക്കെ ചോദിച്ച് വിളിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നീരസം പങ്കുവയ്ക്കുകയാണ്. കാര്യം മുന്നണി ചർച്ചകൾ പോലും ഇവർ പ്രോപ്പറായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. സീറ്റ് വിഭജനത്തിനകത്ത് പോലും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. പല കാര്യങ്ങളിലും കൺഫ്യൂഷനാണ്. എന്താണ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എവിടെയോ കിടക്കുന്നു. ഈ കഴിഞ്ഞ വർഷം, ഈ 10 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട പോലീസിന്റെ കേസിൽപ്പെട്ട എത്രയോ നേതാക്കന്മാർ അർഹരായിട്ടുള്ളവർ ഈ പാർട്ടിയിലുണ്ട്. അവരിൽ പലരെയും പരിഗണിക്കുന്നില്ല. KSU നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല, ആരോടും ഒരു വ്യക്തതയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടല്ല ആ തീരുമാനം എടുത്തത്. എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ ഒരാളെ ഇപ്പോൾ ഉൾക്കൊള്ളേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. കാര്യം കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വെളിയിൽ നിന്നൊരാളെ സ്വീകരിച്ചിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങേണ്ട അഖിൽ, ഒരു കാര്യം, ഈ കൊല്ലത്തും കൊട്ടാരക്കരയിലും ഈ 2 മണ്ഡലത്തിലും അഖിലിനെ പരിഗണിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ വരുന്നത്. ശരിക്കും ഒരു കൊട്ടാരക്കര താലൂക്കിൽ താമസിക്കുന്ന ആളെന്ന നിലയിൽ താങ്കളുടെ വീട് പോറ്റൂരിലാണല്ലോ. അപ്പോൾ താങ്കൾക്ക് ഒരു പോറ്റൂർ, പുത്തൂർ ആ ഭാഗത്തല്ലേ വീട്? അപ്പോൾ എവിടെ മത്സരിക്കാനാണ് അഖിലിന് കൂടുതൽ താല്പര്യം, കൂടുതൽ സാധ്യതയും ഇവിടെയാണ്? അല്ല, അതിപ്പം ഈ എന്നോട് കോൺഗ്രസിലെ ചിലർ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ഐഷ പൂറ്റി കൊട്ടാരക്കര വന്നപ്പോൾ അഖിലിന് സീറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കോൺഗ്രസിലെ തന്നെ പലരും പറഞ്ഞാണ് അഖിലിന് ഇപ്പോൾ എനിക്ക് കേരളത്തിൽ എവിടെ നിന്നാലും ഇപ്പം NVCക്കിലെ ആൾക്കാർക്ക് സുപരിചിതനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പേസ് ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാരനാണല്ലോ. അപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 10-25,000 ആൾക്കാരെയും വളരെ നേരിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അതിലെനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഞാനുമായിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള നമ്മുടെ അടുപ്പക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി
ഒരു നമ്മുടെ ജന്മനാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ആ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരാൻ ഏതൊരാളാണ് ആഗ്രഹിക്കാത്തത്? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആഗ്രഹമാണ്. ആ ആഗ്രഹം അങ്ങനെ തന്നെ നടത്തിയെടുത്താൽ തീർച്ചയായിട്ടും കൊട്ടാരക്കരയുടെ ശബ്ദമായി മാറുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. കാര്യം എനിക്ക് ഭയങ്കര ഇതിന് പറയാൻ കാര്യം, ഇപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിൽ എന്നെ പലപ്പോഴും അനൗൺസ് ചെയ്യുമ്പോഴും തുടക്കത്തിൽ അനൗൺസ് ചെയ്തപ്പോഴും ഒരു കൊട്ടുകാരനല്ല ഒരു കൊട്ടാരക്കരക്കാരനാണ് എന്ന് പറയാൻ അനൗൺസ് ചെയ്തത്. ഞാൻ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയപ്പോഴും ഞാനിവിടെ ഫ്ലാറ്റ് വാങ്ങിയപ്പോഴും എൻ്റെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ കൊട്ടാരക്കരയാണ് ഇട്ടത്. ഞാൻ എപ്പോഴും എൻ്റെ വോട്ടർ ഐ ഡി. താങ്ക് യു അഖിൽ മാരാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഒരു കോൺഗ്രസ് താല്പര്യത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അഖിൽ മാരാർ ഈ അടുത്ത ദിവസമാണ് 2020 ചേക്കേറിയത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുമെന്ന താല്പര്യവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി. ഒരു ബിഗ് ബോസ് താരമായിരുന്നു അഖിൽ മാരാർ. അങ്ങനെ അഖിൽ മാരാറിനെ ആളുകൾക്ക് കുറച്ചേറെ പരിചയമുണ്ട് താൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.